ഹലോ ഗൈസ്, ഇത് നമുക്ക് നോമ്പർ ജെഫിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ജെഫി ഷോപ്പിൽ പോയതുകൊണ്ട് എന്നെ പിക്ക് ചെയ്യാൻ അവരാ വന്നത്. ആദ്യം തന്നെ നമ്മൾ ലുലുമാളിൽ കണ്ടുപോയത്. നമ്മ ഒരു 5 മണിയായപ്പോഴേക്കും അവിടെ എത്തിയോണ്ട് ജെഫിന്റെ ഫ്രണ്ടിന് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം അതിന് വേണ്ടി നിന്ന്. അത് കഴിഞ്ഞ് നമുക്ക് നോമ്പറക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ നിന്ന്. ഒത്തിരി ഐറ്റംസ് ഉള്ളതുകൊണ്ട് എന്ത് മേടിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. സമയം കുറച്ച് വൈകിയോണ്ട് കിട്ടിയ ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മൾ വേഗം ഫുഡ് കോർട്ടിൽ പോയിരുന്നു. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അവിടെ നോമ്പറക്കാൻ വന്നതായിരുന്നു. ഇവർക്കൊന്നും വേറെ പണിയില്ല പഠിച്ചോൻ, എല്ലാവർക്കും വീട്ടിലിരുന്ന് നോമ്പറന്നാ. പക്ഷെ എന്നോട് ആരും അങ്ങനെ ചോദിക്കരുത് കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയി നോമ്പർ. പിന്നെ അടുത്ത സ്പോട്ട് എവിടെ കാണുന്നതാണ് അടുത്ത ചർച്ച. പിന്നെ ഞാൻ ഈ ചർച്ചയിലൊക്കെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് എൻ്റെ പരിപാടികൾ വേറെ ഒന്നല്ല. എനിക്ക് ഇവിടുത്തെ സ്പോട്ടുകളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ചർച്ച നിന്നിട്ട് കാര്യമില്ല. എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ തരിപ്പുള്ള വെള്ളം നിർബന്ധം. അപ്പം ഞാൻ അങ്ങനെ ഒരു 7 അപ്പ് പിടിപ്പിച്ചു. ബോട്ടിൽ മേടിക്കാൻ പറഞ്ഞ ജിഫി എനിക്കൊരു കപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇനി സമയം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ വെറുതെ ഷോപ്പിങ്ങിനായിട്ട് ഞാനൊന്നും വാങ്ങില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കൂട്ടുപോയതാ. ജെഫിന്റെ ഫ്രണ്ടിന് ഡ്രസ്സ് സെലക്ട് ചെയ്യാന്ന്. ഞാനപ്പോൾ മിററിൽ എന്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ നിന്ന്. അപ്പത്തേ ജെഫി വന്ന് ജെഫിന്റെ സൗന്ദര്യം ആസ്വദിക്കുക. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിരൂപനായിക്കോട്ടെ. അങ്ങനെ ജെഫിന്റെ പട്ടിഷോ ഒക്കെ കഴിഞ്ഞ് നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി ജാഫറിലായിട്ടോ. അവിടെ ചെന്ന് കയറിയപ്പോൾ മൊത്തൊരു പുകമയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ജെഫി ഡോറൊക്കെ തുറന്നത്. എന്തല്ലേ കെയറിംഗ് പാർട്ട്ണർ. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. എന്തായാലും ഹോട്ടലിലെ സെറ്റപ്പ് ഒക്കെ കൊള്ളായിരുന്നു. എല്ലാവരും മന്തി കഴിച്ചപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു. മന്തി കഴിച്ചാൽ മൊത്തം വന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ മന്തി കഴിച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും പെരും മഴ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കാക്കനാടുക്ക് തിരിച്ചു. അവിടെ നിന്ന് ഉപ്പിലിട്ട് കഴിക്കാനായിട്ടോ പോയി. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് അവർ ഉപ്പിലിട്ടിട്ടുണ്ട്. ഇതിന് വാഴപ്പിണ്ടി പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. പക്ഷെ വാഴപ്പിണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി വാഴ. എനിക്ക് പിന്നെ എന്താ വെച്ചാലും എരിവുള്ള ഒരു സോഡ കുടിക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.